സംസ്ഥാനത്തെ പുതിയ ബജറ്റ് പ്രഖ്യാപനത്തിനായി കേരളം കാതോർക്കുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് പത്തനംതിട്ട ജില്ല. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാകും ഉണ്ടാകുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആവർത്തിക്കുന്ന സുരക്ഷാ പാളിച്ചകൾ പരിഹരിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, ശബരി റെയിൽവേ പദ്ധതി യാഥാർത്ഥ്യമാക്കുക തുടങ്ങി നീണ്ട ആവശ്യങ്ങളുടെ പട്ടിക തന്നെ ശബരിമലയെ മുൻനിർത്തി പത്തനംതിട്ട ജില്ലയ്ക്ക് മുന്നിലുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ചകളാണ് ശബരിമല ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ലക്ഷക്കണക്കിന് ഭക്തർ എത്തുന്ന സന്നിധാനത്തും പമ്പയിലും സുരക്ഷാ സംവിധാനങ്ങൾ ആധുനികവൽക്കരിക്കാൻ ഇത്തവണ ബജറ്റിൽ പ്രത്യേക തുക വകയിരുത്തുമെന്നാണ് ഭക്തരുടെ പ്രധാന പ്രതീക്ഷ. ശബരിമലയുടെ സുരക്ഷയ്ക്ക് വേണ്ടി സായുധ പോലീസിനെ സീസൺ അല്ലാത്ത സമയത്ത് അവിടെ ഡ്യൂട്ടിക്കിടണം. അതിന് വേണ്ടുന്ന ചെലവുകൾ, മറ്റ് കാര്യങ്ങൾ ഒക്കെ തന്നെ സർക്കാർ വഹിക്കണം. മറ്റ് സുരക്ഷാ സൗകര്യങ്ങൾ, കൂടുതൽ ക്യാമറകൾ, കൂടുതൽ നിരീക്ഷണങ്ങൾ, ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിഷയങ്ങളിൽ ഇടപെടുന്ന ആരൊക്കെയാണെന്ന് നിരീക്ഷിക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ, ഇതൊക്കെ ഒരുക്കുന്നതിന് ഈ ബഡ്ജറ്റിൽ പണം വകയിരുത്തണം എന്നാണ് ഈ UDF സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ശബരിമല ഇന്നും ഏറെ പിന്നിലാണ്. പ്രധാന ബേസ് ക്യാമ്പായ നിലയ്ക്കൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി വികസിപ്പിക്കേണ്ടതുണ്ട്. പത്തനംതിട്ടയും എരുമേലിയും പോലുള്ള പ്രധാന ഇടത്താവളങ്ങളിൽ ഭക്തർക്ക് വിരിവെക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. ഒപ്പം പമ്പാ നദിയിലെ മലിനീകരണം തടയാൻ ശാശ്വത പദ്ധതികളും സ്ഥിരമായ ശുചിമുറി സംവിധാനങ്ങളും ശുദ്ധജല ലഭ്യതയും ഉറപ്പാക്കാൻ ബജറ്റിൽ പണം നീക്കിവെക്കേണ്ടതുണ്ട്. ശബരിമല വരുന്ന അയ്യപ്പ ഭക്തർക്ക് അവർക്ക് വിരിവെക്കുന്നതിനുള്ള സൗകര്യമില്ലാത്തൊരവസ്ഥയാണ്. ശബരിമലയിൽ വിരിവെക്കുന്നതിന് വലിയൊരു ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു ഫണ്ട് പ്രധാനമായും കണ്ടെത്തുമെന്നാണ് നമ്മുടെയൊക്കെ തന്നെ പ്രതീക്ഷ. അതേപോലെ തന്നെ ഈ ശബരിമലയിലെ ശുദ്ധജല വിതരണം എപ്പോഴും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്ന ഒരു കാര്യമാണ്. ഭക്തജനങ്ങൾക്ക് ശുദ്ധജലം തടസ്സമില്ലാതെ കിട്ടുന്നതിനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിനുവേണ്ടി ബഡ്ജറ്റിൽ തുക മാറ്റിവെക്കുമെന്നാണ് പ്രതീക്ഷ. യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിലും വലിയ മാറ്റങ്ങൾ അനിവാര്യമാണ്. ശബരിമലയിലേക്കുള്ള ശബരി റെയിൽ പാതയ്ക്കായി സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം അതീവ പ്രാധാന്യത്തോടെ ബജറ്റിൽ ഉൾക്കൊള്ളിക്കണം. തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി പമ്പ ത്രിവേണിയിൽ നിന്നും ഗണപതി ക്ഷേത്രത്തിലേക്ക് പമ്പാ നദിക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുക എന്നതും കാലങ്ങളായുള്ള ആവശ്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ സംസ്ഥാന വിഹിതം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ കൂടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ അങ്കമാലി ശബരി പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വിഹിതം മാറ്റിവെച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു സ്വപ്ന പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ തയ്യാറാകണം. ഭക്തർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന നിലയ്ക്കൽ പമ്പ റെയിൽ സർവീസിനായുള്ള പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കപ്പെടുന്നു. വളരെ അയ്യപ്പന്മാർക്ക് പ്രയോജനം ഉണ്ടാക്കുന്നതാണ് പമ്പ നിലയ്ക്കൽ ട്രെയിൻ സർവീസ്. അങ്ങനെ ഒരു ട്രെയിൻ സർവീസ് നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് വരാൻ കേന്ദ്രത്തിലേക്ക് സമ്മർദ്ദം ചെലുത്താൻ ബജറ്റിൽ വകയിരുത്തിക്കൊണ്ട് ഈ സർക്കാർ ശ്രമിക്കണം എന്നാണ് മറ്റൊരു കാര്യം ആവശ്യപ്പെടാനുള്ളത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച സർക്കാർ അയ്യപ്പ ഭക്തരിൽ നിന്നും KSRTC സ്പെഷ്യൽ സർവീസ് എന്ന പേരിൽ ഈടാക്കുന്ന അധിക ബസ് ചാർജ് അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഭക്തരുടെ ബാഹുല്യം കണക്കിലെടുത്ത് മണ്ണാറക്കുളഞ്ഞി, പമ്പ റോഡ് ഉൾപ്പെടെയുള്ള ശബരിമല പാതകളുടെ നവീകരണത്തിനായി വലിയൊരു തുക ബജറ്റിൽ വകയിരുത്തുമെന്ന പ്രതീക്ഷയുമുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട.